താനിങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്നും സംഭവിച്ചത് തന്റെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ കുറവുകൊണ്ടും അല്ല. പിന്നെ എന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാണോ? അങ്ങനൊന്നും ആരും പറഞ്ഞില്ലല്ലോ. താൻ എന്തിനാ ഈ എഴുതപ്പുറം വായിക്കുന്നേ? മനസ്സ് വല്ലാതെ തളർന്നു പോകുന്നു സച്ചേട്ടാ. എടോ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നില്ലേ? ലോകത്ത് എല്ലായിടത്തുള്ള ആളുകൾ ജീവിക്കുന്നത് പ്രാർത്ഥിച്ചിട്ടാണോ? പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമാണോ ദൈവം ധനവും ഐശ്വര്യമൊക്കെ കൊടുക്കുന്നത്? പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കാത്തവരും ഒക്കെ ദൈവത്തിന് ഒരുപോലെയാണ്. അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് മാത്രം ദൈവത്തിന് ഇഷ്ടമല്ല. അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ളവരെ ദൈവം വെറുക്കും. തുലാഭാരം തൂക്കുന്ന ആ തട്ട് പൊട്ടിയത് ആ കണ്ണുകളിൽ ഒരെണ്ണം ദ്രവിച്ചു പോയതാണെന്ന് മനസ്സിൽ ഉറച്ചു വിശ്വസിച്ച പിന്നെ ഇങ്ങനൊരു സംശയം ഉണ്ടാവില്ല. ഇതേ തുലാഭാരത്തട്ട് ശരിയാക്കി നാളെ വീണ്ടും പല ആളുകളും അതിൽ തുലാഭാരം നടത്തും. ഇന്ന് മുടങ്ങിയ തുലാഭാരം നാളെ നമ്മളും പോയി നടത്തും. ഇതൊന്നും ഒരു പ്രശ്നമല്ല. താൻ മനസ്സിന്റെ ബലം കളയരുത്. എന്തു വന്നാലും ഞാനില്ലേ കൂടെ. അതല്ല സച്ചേട്ടാ, നെല്ലിശ്ശേരിയിൽ ഇപ്പൊ ഉണ്ടായ പ്രശ്നങ്ങള് താനൊന്ന് മതിയാക്കുന്നുണ്ടോ? ഇനി ഇതുപോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. ഇത്രയ്ക്ക് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അടുത്ത ദിവസം പോയി ഒന്നുകൂടി തുലാഭാരം നടത്താം. ദാ ഇപ്പൊ ജ്യൂസ് കുടിക്ക്. ഒന്നും കഴിക്കാനും കുടിക്കാനും തോന്നില്ല എടുത്തി. അതൊക്കെ നമ്മുടെ ഈ അവസ്ഥയിൽ തോന്നുന്നതാ. ഗർഭിണികളായ പെൺകുട്ടികളുടെ മനസ്സിന് എപ്പോഴും ഒരു ചാഞ്ചാട്ടം ഉണ്ടാവും. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഉള്ളില് ഒരു പുതിയ ജീവനും കൂടിയാ ഉണ്ടാവുന്നെ. അപ്പോ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കും. ഇനി അങ്ങോട്ട് അർച്ചനയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഈ കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയായിരിക്കും. അതില്ലാത്ത ഒരു നിമിഷം പോലും അർച്ചനയ്ക്ക് ഇനി അങ്ങോട്ട് ജീവിതത്തിൽ ഉണ്ടായിരിക്കില്ല. എല്ലാ പെൺകുട്ടികളുടെ ജീവിതത്തിലും കടന്നു വരുന്ന ഒരു വലിയ പ്രതിസന്ധി അത്. ഇതുപോലെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മളത് നമ്മുടെ വയറ്റിലുള്ള കുഞ്ഞുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കും. അതാ ഇതിന്റെ സൈക്കോളജി.